ഹായ്. ലോക ചാപ്റ്റർ 1. ഞാൻ ഇന്നലെ വൈകുന്നേരമാണ് ഈ മൂവി കാണാൻ മതി. അപ്പോൾ തിരിച്ചു വന്നപ്പോൾ സന്ധ്യയായി. അപ്പോൾ അതാണ് വീഡിയോ പോസ്റ്റ് ചെയ്യാൻ പറ്റാണ്ടിരുന്നത്. അത് അപ്പോൾ നമ്മൾ കണ്ട എക്സ്പീരിയൻസ് നമ്മൾ മറ്റുള്ളവർക്ക് ഷെയർ ചെയ്യണമല്ലോ. അതുകൊണ്ടാണ്. കണ്ടവർക്ക് വേണ്ടിയിട്ടല്ല, കണ്ടവർ സ്കിപ്പ് ചെയ്ത് നോക്കുക, കാണാത്തവർക്ക് വേണ്ടിയിട്ടാണ്. ഞാൻ എന്താ പറയുക, ഒരുപാട് നാൾക്ക് ശേഷം ഇങ്ങനത്തെ ഒരു മൂവി കണ്ട് ഒരു ത്രില്ലടിച്ചിരിക്കാന്നൊക്കെ പറയുള്ളേ, അത് ഈ സിനിമ ഉണ്ടേ തന്നെയാണ്. ഒരിക്കലും ഞാൻ ഇങ്ങനത്തെ നമ്മുടെ ഇൻഡസ്ട്രിയിൽ ഇങ്ങനത്തെ ഒരു മൂവി ഞാൻ കണ്ടിട്ടില്ല, സിനിമ കണ്ടിട്ടില്ല. വന്നിട്ടുണ്ട്, പക്ഷേ മിന്നൽ മുരളിയൊക്കെ വന്നിട്ടുണ്ട്, പക്ഷേ ഈ ഒരു ഫീൽ കിട്ടിയിട്ടില്ല. അപ്പോൾ വിഷ്വലി ആണെങ്കിലും സൗണ്ടും എന്താ പറയുക, ഫൈറ്റ് സീനൊക്കെ ഇങ്ങനെ വന്നിട്ടുണ്ടെങ്കിലും, പക്ഷേ ഒരു ഹോളിവുഡ് മൂവിയെ കണ്ടിറങ്ങിയ ഫീൽ എനിക്ക് കിട്ടിയ നമ്മുടെ മാർവൽ സിനിമയൊക്കെ ഉണ്ടല്ലോ, അവഞ്ചേഴ്സ് മൂവിയൊക്കെ ഇല്ലേ, ആ ഒരു സാധനം. പിന്നെ ഞാൻ ബ്ലേഡ് എന്ന് പറഞ്ഞ മൂവിയുടെ ഭയങ്കര ഫാനാണ്, കട്ട ഫാനാണ്. ആ ബ്ലേഡ് മൂവിയൊക്കെ കാണുമ്പോൾ എനിക്ക് കിട്ടുന്ന ആ ഒരു ഫീൽ എനിക്ക് ഈ മൂവി കിട്ടി. ബ്ലേഡ് എന്നല്ല, ഓൾമോസ്റ്റ് എല്ലാ അവഞ്ചേഴ്സ് മൂവി കണ്ടുള്ള ആ ഒരു ഫീൽ എനിക്ക് ഇത് കിട്ടി. മാർവലിൻ്റെ ഫസ്റ്റ് സിനിമയാണല്ലോ ബ്ലേഡ്, അതാ പറഞ്ഞത്. അപ്പോൾ എനിക്ക് പറയുക ഭയങ്കരമായിട്ട് ത്രില്ലടിക്കാന്നൊക്കെ പറയാമല്ലോ. നമ്മൾ കൊടുത്ത പൈസയ്ക്ക് നമുക്ക് മുതലാവുമെന്ന് പറയാമല്ലോ. ഇപ്പോൾ 150 200 ആയിക്കോട്ടെ, നമ്മളോട് 140 രൂപ കണ്ടോ, 150 രൂപ കണ്ടോ, അപ്പോൾ കൊടുത്ത പൈസയ്ക്ക് മുതലായില്ലോ എന്ന് പറയുന്നുണ്ടെങ്കിൽ അത് അത്രത്തോളം നല്ല സിനിമയായിട്ടായിരിക്കുമല്ലോ. അതാണ്. പിന്നെ നമ്മൾ എന്താ പറയുക, ഒരു ഫാമിലി മൂവി, ഒരു കോമഡി കാണാൻ വേണ്ടി പോകുക, അല്ലെങ്കിൽ ഒരു റൊമാൻസ് അങ്ങനെ കണ്ടുപോയിട്ട് കാര്യമില്ല. പക്ഷേ ഫാമിലിക്ക് ഉറപ്പായിട്ട് ഇഷ്ടപ്പെടും, ഫാമിലിയൊക്കെ നമുക്ക് നിരാശപ്പെടില്ല. എന്താ പറയുക, നല്ല അടിപൊളി മൂവി. എല്ലാവരും ഒരുപാട് ക്യാമിയോസ് ഉണ്ട്, ഒരുപാട് വേറെ ആൾക്കാരുടെ എൻട്രി ഒക്കെ ഉണ്ട്. പക്ഷേ ഇതൊരാളുടെ ക്യാരക്ടറാണ് ഈ സിനിമ കാണിക്കണമെങ്കിലും മറ്റുള്ളവരുടെ കുറച്ച് സൈഡ് സീൻസും ഇതിൽ കാണിക്കുന്നുണ്ട്. അതൊരു ഓൾമോസ്റ്റ് നെക്സ്റ്റ് പാർട്ടിൽ വരുമായിരിക്കും എന്തോ. പക്ഷേ ഈ മൂവി ഒട്ടും നിരാശപ്പെടുത്തില്ല എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താ പറയുക, ഭയങ്കര രസമായി. ഇപ്പോൾ കോടികളൊക്കെ മുടക്കി നടന്മാർക്ക് 50 60 100 കോടിയൊക്കെ മുടക്കി ഒരു സിനിമ ചെയ്യണമൊക്കെ ഏറ്റവും ബെറ്ററാണ്. ഇങ്ങനെ നല്ല അത്യാവശ്യം ഇതിൽ അത്ര വലിയ ബഡ്ജറ്റ് സിനിമയല്ല, പക്ഷേ ഇത്രയും ചെറിയ ബഡ്ജറ്റിൽ ഇത്ര നല്ല സിനിമ ഉണ്ടാക്കാമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ വിചാരിക്കുന്നതാണ്, നമ്മളെന്തിനാണ് ഇത്രയും വലിയ നടന്മാർക്ക് 100 കോടിയൊക്കെ മുടക്കി സിനിമ ഉണ്ടാക്കണേ. ഈ ഒരു ബഡ്ജറ്റിൽ ഇത്രയും കോടി മുടക്കി ഒരു സിനിമ ഉണ്ടാക്കി കഴിഞ്ഞാൽ അത് ഇതുപോലെ റിസൾട്ട് കിട്ടുമെന്നുണ്ടെങ്കിൽ ഏറ്റവും നല്ലതല്ലേ. വലിയ നടന്മാർ പോട്ടെ, അവരെ വെച്ച് സിനിമ ആണെന്ന് ഞാൻ പറയുന്നില്ല, അതുകൊണ്ടല്ല പറയണേ. ഇങ്ങനെയുള്ള ജനങ്ങൾക്ക് ഇങ്ങനത്തെ നല്ലൊരു മൂവി കിട്ടുമ്പോൾ അതല്ല ഏറ്റവും നല്ലത്. നല്ല സൂപ്പർ മൂവിയാണ്, എല്ലാവരും പോയി കാണാം. തിയേറ്ററിൽ തന്നെ പോയി കാണുള്ളൂ, തിയേറ്ററിൽ തന്നെ പോയി കണ്ടൊരു കാര്യമുള്ളൂ. ഇത് നമ്മൾ OTT വന്ന ഫോണിലോ ടി വിയിൽ കണ്ടാൽ നമുക്ക് അത്ര എക്സ്പീരിയൻസ് ചെയ്യാൻ പറ്റില്ല. ഇത് തിയേറ്ററിൽ തന്നെ കാണണം. ആ സൗണ്ടും BGM സൗണ്ടൊക്കെ എനിക്ക് ജെക്സ് ബിജോയ് പുള്ളിയുടെയാണ്. പിന്നെ വിഷ്വലി എല്ലാം കൊണ്ടും ഭയങ്കര എക്സ്പീരിയൻസ് ആണോ, അതാണ് ഞാൻ പറഞ്ഞത്. അതായത് തിയേറ്ററിൽ പോയി തന്നെ കാണണം. അത് കൊടുത്ത പൈസയ്ക്ക് മുതലാണ്. അത് ഞാൻ പറയുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവുമല്ലോ. അതിൽ പോയി കാണാം. ഓക്കെ, ബൈ.